Okay, students, so good morning to you all. So, do you know what we studied in the last class? We were studying about work, isn't it? So, work, what is meant by work? The last class we discussed, isn't it? So, work is the when we apply force on an object, if we are able to move that object to a small distance, then it is said that we had done a work. അല്ലേ, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു സാധനത്തിനെ കുറച്ച് ദൂരം ഒന്ന് നീക്കാൻ പറ്റിയാൽ നമ്മളതിനെ വർക്ക് എന്ന് പറയുന്നു. പിന്നെ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞു, എന്താണ്, ഇപ്പോൾ ഒരു ഭിത്തിയല്ല നമ്മൾ കുറേ നേരം വെൻ വി അപ്ലൈ ഫോഴ്സ്, ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു മൂവ്, പറ്റുമോ? We are not able to move a wall when we apply a large amount of force also, isn't it? So then in physics or in science we are saying that we had we applied no, അല്ലെങ്കിൽ we had done no work. Okay, സോ അപ്പോൾ ഈ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ മെയിനായിട്ട് നമുക്ക് എന്താ വേണ്ടേ? വി നീഡ് എനർജി, അല്ലേ? ഇപ്പോൾ ഒരു എനർജി ഒന്നും ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ഒരു മേശ തള്ളാൻ പറഞ്ഞാൽ തള്ളാൻ പറ്റുമോ? ഇല്ല. എത്ര അവരുടെ ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ ഒരു മേശ ചിലപ്പോൾ നീങ്ങിയില്ലെന്ന് വരും. ബട്ട് ഇഫ് യു ആർ വെരി സ്ട്രോങ് ഓർ ഇഫ് യു ഹാവ് ഇനഫ് എനർജി, നല്ല ആഹാരമൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആണെങ്കിൽ യു ക്യാൻ ഡു എനി വർക്ക്, അല്ലേ? അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? വർക്ക് ആൻഡ് എനർജി ആർ ഈക്വലി റിലേറ്റഡ്, അല്ലേ? നല്ല എനർജി ഉള്ള ഒരാൾക്ക് നല്ല പോലെ വർക്ക് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ പഠിക്കാനാണെങ്കിലും ഈ എനർജി ഒന്നും ഇല്ലാത്തൊരു ബുക്ക് എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഉറങ്ങാൻ തുടങ്ങും, അല്ലേ? സോ അപ്പം വർക്ക് ആൻഡ് എനർജി ആർ റിലേറ്റഡ്. സോ വി വിൽ സീ വാട്ട് ഈസ് മെന്റ് ബൈ എനർജി. Work and energy are closely related to each other. Energy is defined as the capacity or ability to do work. അല്ലേ, നമുക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവിന് നമ്മൾ എന്താ പറയുന്നത്? എനർജി. Whenever work is done, there is always a change of energy. Thus, energy is needed to do work. മനസ്സിലായോ? എനർജി എന്തിനു വേണം? വർക്ക് ചെയ്യാൻ വേണം. ഓക്കെ, ഇനി നമുക്ക് എവിടുന്ന എനർജി കിട്ടുന്നതെന്നാണ് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാണ്, അല്ലേ? അല്ലെങ്കിൽ നേരത്തെയുള്ള ലെസൺസിൽ പഠിച്ചതാണ്. ഫ്രം വെയർ വി ആർ ഗെറ്റിംഗ് എനർജി? ഫ്രം ദ ഫുഡ് ദാറ്റ് വി ആർ ഈറ്റിംഗ്, അല്ലേ? നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല എനർജി കിട്ടും. വി ഗെറ്റ് എനർജി ടു ഡു വർക്ക് ഫ്രം ഫുഡ് ഐറ്റംസ് ദാറ്റ് ആർ റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ്, അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ, കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ് നമുക്ക് ശരിക്കും എനർജി തരുന്ന ഫുഡ്. ദീസ് ആർ ഓൾസോ കോൾഡ് എനർജി ഗിവിങ് ഫുഡ്സ്. എക്സാമ്പിൾ: റൈസ്, വീറ്റ്, corn, fruits, sugar, potato, small quantities of oil, butter, cheese, ghee, cream, okay, dry fruits, ഇതെല്ലാം നമുക്ക് നല്ല എനർജി തരുന്ന ഫുഡ്സ് ആണ്. The amount of energy that we need also depends on the work that we take, അല്ലേ? നമ്മൾ എന്ത് വർക്കാണ് ചെയ്യുന്നത് അതിനനുസരിച്ച്. ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ ഇഫ് വൺ പേഴ്സൺ ഈസ് ഡൂയിങ് വർക്ക് ഇൻ ഫീൽഡ്സ്, അല്ലേ? കണ്ടത്തിലൊക്കെ പാടത്തൊക്കെ പണി ചെയ്യുന്ന മനുഷ്യനും എന്താ പറയുക കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കും ഒരേ എനർജിയാണോ വേണ്ടേ? അല്ല. ദേ നീഡ് ഡിഫറെൻ്റ്, അല്ലേ? ആർക്കാണ് കൂടുതൽ എനർജി വേണ്ടത്? പാടത്ത് പണി ചെയ്യുന്ന ആൾക്ക്. സോ ദേ നീഡ് മോർ ഫുഡ്, അല്ലേ? അപ്പം കമ്പ്യൂട്ടർ പണി ചെയ്യുന്ന ഒരാൾ ഈ പാടത്ത് പണി ചെയ്യുന്ന ഒരാളുടെ അത്രയും ഫുഡ് കഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവരുടെ ആ ഫുഡിൽ നിന്നുള്ള എനർജി ഒന്നും ഉപയോഗിക്കാതെ അതിരുന്നിരുന്ന് എന്ത് ചെയ്യും? വലിയ പൊണ്ണത്തടിയായിട്ട് മാറും. ഓക്കെ, സോ വി നീഡ് മോർ എനർജി ടു സ്വിം ഓർ ജോഗ് ദാൻ വട്ട് വി നീഡ് ടു വാക്ക് സ്ലോലി, അല്ലേ? സോ വെൻ വി വോണ്ട് ടു വാക്ക് സ്ലോലി വി നീഡ് എ ലിറ്റിൽ എനർജി, ബട്ട് വി വോണ്ട് ടു സ്വിം വി നീഡ് മോർ എനർജി, അല്ലേ? അപ്പോൾ നമ്മളുടെ ഫുഡിനകത്ത് എനർജി എല്ലാം നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിയും. വി നീഡ് മോർ എനർജി ടു ക്ലൈംബ് എ സ്റ്റെയർ കേസ് ദാൻ വാട്ട് വി നീഡ് ടു വാക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ഓൺ എ പ്ലെയിൻ ഗ്രൗണ്ട്. We need more energy to play sports such as football, cricket, badminton than what we need to sit at home and watch these sports on the television. അല്ലേ? വെളിയിലിറങ്ങി ഫുട്ബോൾ കളിക്കുന്ന എനർജി വേണോ വീട്ടിലിരുന്ന് ടി വിയിൽ ഫുട്ബോൾ കാണുന്നതിന്? വേണ്ട. അപ്പോൾ അവർക്ക് കൂടുതൽ എനർജി വേണം. മനസ്സിലായോ എന്താ എനർജി എന്ന്? വാട്ട് ഈസ് മെൻ ബൈ എനർജി? എനർജി ഈസ് ദ കപ്പാസിറ്റി ഓർ എബിലിറ്റി ടു ഡു വർക്ക്. Understood?